ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോ എന്നൊരു സംശയം. വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി. നോക്കിക്കോളൂ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അന്വേഷിക്കൂ. ആദ്യം കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കൂ. അതിനുള്ള നിയമം ഉണ്ടോ? അല്ല, അത് അന്വേഷിക്കൂ. നിങ്ങൾ അതിന് സാധ്യത ഉണ്ടോന്ന് അന്വേഷിക്കൂ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. സഹായം വേണ്ട, സഹായം കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്. ഇതിലും നല്ല തൊഴിലതാ. നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. സഹായം മാത്രമല്ല, ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം. ഈ കള്ളക്കളി ഒന്നും കേപ്പിനെടുത്ത് വേണ്ട. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഐ വിൽ റിപ്പോർട്ട് ചെയ്യും. ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അപ്പൊ അങ്ങനെ രീതിയിൽ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയം ആയിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. സ്റ്റേറ്റ് പലതവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം. അവനോട് ഇടയാൻ നിൽക്കണ്ട. നിങ്ങള് അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. സഹായം ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത്. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയ കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടാ ചൂടാവല്ലേട്ടാ. ഇങ്ങനെ അങ്ങനെ തന്നെയാ. കെട്ടിയാലും കടിക്കും, കെട്ടിയില്ലെങ്കിലും കടിക്കും. വെറുതെ അതും പറഞ്ഞ് എത്തി നോക്കി കടി കൊള്ളാൻ പോകണ്ട എന്റെ കുട്ടികളെ. ദുരന്തത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത്. അടിപൊളി. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലെ. വരട്ടെ മാതരം ശക്തിമയം.